ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പ് തക്കാളി കറിയാണ്. അതിനായിട്ട് കുറച്ച് പരിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ, കുറച്ച് പരിപ്പ് എടുക്കുന്നുള്ളൂ. ഞാനൊരു പിടിയോളം പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി എടുക്കട്ടെ. പരിപ്പ് കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിനായിട്ട് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി മുറിച്ച് ഞാൻ ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി 3 പച്ചമുളക് നെടുകെ പിളർന്നിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് എരിവ് അനുസരിച്ചിട്ട് വേറെ മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. പച്ചമുളക് തന്നെയാണ് ഇതിൻ്റെ എരിവ്. ഇതിന് നല്ല എരിവുള്ളാണ് ഞാൻ 3 പച്ചമുളക് എടുക്കുന്നുള്ളൂ. നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നിങ്ങൾ അരപ്പ് തയ്യാറാക്കാട്ടോ. 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 ചുവന്നുള്ളി, 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നേരത്തെ എടുത്തതാണ്, അതുകൊണ്ട് ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടണുള്ളൂ. വേണ്ടി ഇട്ടാൽ മതി. കുറച്ച് വെള്ളം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. പരിപ്പ് തുറന്നു നോക്കാട്ടോ. പരിപ്പ് വെന്തിട്ടുണ്ട് നല്ലോണം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓവർ ലൂസ് ആക്കണ്ട കേട്ടോ, ഓവർ വെള്ളം ഒഴിക്കണ്ട. കാരണം ഇത് താളിച്ച് കഴിഞ്ഞ് ഇരിക്കുമ്പോഴേക്കും നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഈ പരുവം മതി. ഇതൊന്ന് ചൂടാക്കിയാൽ മതി, ഓവർ തിളപ്പിക്കണം. അതൊന്ന് ചൂടാക്കട്ടെ ചെറുതായിട്ട്. അരപ്പൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. നമുക്കിന്ന് കറി താളിക്കാം. ചട്ടി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചമുളകും കൂടി ഈ കൂടുതൽ ടേസ്റ്റ് ആവട്ടെ, അതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് ഒഴിച്ചെറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം ട്രൈ ചെയ്ത് തരണം. ഓക്കെ, ബൈ.